ഇത്തിരി പുളിയും മുളകും ചേർത്ത് ഇതൊന്ന് വേവിച്ചതാമായി. കല്യാണം നടക്കും മുമ്പ് നീ ഇങ്ങനെ വന്നും പോയി നിൽക്കരുത് പോയിന്ന. നാട്ടുകാർ 4 3 ഒക്കെ പറയും. പറയുന്നവന്റെ കയ്യും കാലും ഞാൻ വെട്ടിയെറിയും. ഞാനിവിടെ അന്തി ഉറങ്ങാൻ വന്നൊന്നുമല്ല. ഇതൊന്ന് വേവിച്ച് കിട്ടിയാൽ മതി. മോളെ ലതേ, ഇതൊന്ന് കറി വെച്ച് കൊടുക്ക്. അവൻ നേരത്തെ കാലത്തെ ഒന്ന് പോട്ടെ. എന്നെ കൊച്ചാക്കണ്ട. എനിക്ക് അന്തി ഉറങ്ങാനേ ആനപ്പൊയ്യലെ കള്ളുഷാപ്പുണ്ട്. മോളെ ലതേ, ഇത് കറി വെക്കാനേ വേറെ ആരെ നോക്കും, എന്നെ കിട്ടൂല. എടീ, നീ ഒന്ന് അടങ്ങു പോയിന്ന. കല്യാണം കഴിയുമ്പോ എല്ലാം നേരെയാവും. ഇല്ലെങ്കിൽ ഞാൻ നേരെയാ. ആരാ വല്ലോട്ട് ഇവിടുത്തെക്കാരോ ആയിരിക്കും. അമ്മേ, ആ ടി വി താമസിക്കുന്ന സാറാ. ആണോ? ഈ സാറാ എന്റെ മോളെ രക്ഷിച്ച്. ഇതാണോ അമ്മ പറഞ്ഞ ഗോവിന്ദൻ? ആ, എന്താ? ഗോവിന്ദൻ മുഴു കുടിയനാണെന്ന് കേട്ടു. കേട്ടോ ശരിയാ. എന്ത് വേണം? എനിക്കൊന്നും വേണ്ട. ലതയ്ക്കത് ഇഷ്ടമല്ല. അവള് കുടിക്കണ്ട. ഇതെന്റെ അമ്മായി, അതവരുടെ മകൾ. അവൾ എന്റെ മുറപ്പുണ്ട്. സാറാരാ? ഗോവിന്ദനെ കണ്ടെന്ന് സംസാരിക്കണമെന്ന് നിങ്ങളുടെ അമ്മായി പറഞ്ഞു. സംസാരിച്ചില്ലേ? ഇനി സാർ പോയാൽ. സാറേ, ഞങ്ങള് പാവങ്ങളാ. ഞങ്ങളെ നന്നാക്കാൻ പണക്കാരും വരണ്ട. ഞാൻ വന്നത് തെറ്റായി പോയെങ്കിൽ ക്ഷമിച്ചേക്ക്. ക്ഷമിച്ചു. അല്ലെങ്കിൽ തിരിച്ചു പോവില്ലായിരുന്നു. പോകണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. ഞാൻ ആളല്പം പെശക. ഞാനും അത്ര നല്ലവനൊന്നുമല്ല. വരട്ടരുത്. ഞാനത് അങ്ങോട്ട് പറയുന്നു. അടങ്ങും. സാർ പോണം സാർ. മഹാദുഷ്ടനാ, സാറിനെ ഉപദ്രവിക്കും. അത് സാരമില്ല. മേലാൽ ഇങ്ങോട്ട് വന്നു പോരുത്. അത് ഞാൻ ആലോചിക്കേണ്ട കാര്യമാണ്. അമ്മായി പറഞ്ഞോണ്ട് ഞാൻ അടങ്ങുന്നു. അവൻ അങ്ങനെ സാർ ഇരുന്നത്. Darling, come on. ആ ഹിപ്പികളുടെ പാസ്പോർട്ട് പരിശോധിക്കണം. അവരകത്തുണ്ട്. പോയി പരിശോധിച്ചാൽ. ആ ഹിപ്പി അരയിൽ വീതിയുള്ള ഒരു ബെൽറ്റ് കെട്ടാറുണ്ടോ? ഉണ്ടുണ്ട്. അത് മുഴുവൻ ബിസ്ക്കറ്റാ. അയ്യോ, ബിസ്ക്കറ്റ് തിന്ന് ഞാൻ കണ്ടിട്ടില്ല. കപ്പലിന്റെയും തിന്നും ബ്രാൻഡിയും കുടിക്കും. എടോ മണക്കൂസേ, സ്വർണ്ണ ബിസ്ക്കറ്റ് കച്ചവടം നടത്തുന്നവനാ ഹിപ്പി. അങ്ങനെയാണോ? എന്നാ ഉടനെ പോയി പരിശോധിച്ചാട്ടെ. പരിശോധിക്കാൻ താ എന്നെ പഠിപ്പിക്കണ്ട. ഓ Come on, darling. You are more beautiful than Lily. Yeah. Have a drink. Excuse me. Who are you? I police. Who is that? My wife. Wait. Passport. Very good. Take that belt. നിങ്ങളെപ്പോലുള്ള വിദേശികൾ സാധാരണ ബെൽറ്റിനകത്താണ് സ്വർണം കൊണ്ടുവരാറുള്ളത്. വെരി സോറി. Go. Going. My passport. Oh, sorry. Go. You. Good night. Very bad night. What a nuisance. Please excuse me. ഞാൻ തെറ്റിദ്ധരിച്ചിട്ടാണ് ബെൽറ്റ് പരിശോധിച്ചത്.
Who is that? Police. Excuse me, ചെരുപ്പ് ചാപ്പൽ. Boss, boss. Send Sabbath. You get up. You. Let it be here. ആരാത്? ഞാനാണ്. എത്തിയോ? ആ, എന്തിനു പോകുന്നു? പിന്നെ ഞാൻ എങ്ങോട്ട് പോകും? നല്ല കാര്യമായി. ഈ അസമയം അകത്തേക്ക് വരും. നീ പ്രായം തികഞ്ഞൊരു പെണ്ണാണ്. ഈ രാത്രിയിൽ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത് ശരിയല്ല. ഞാനിവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഈ സമയത്ത് നീ ഇവിടെ കയറി വന്നാൽ അതെനിക്കും നിനക്കും ചീത്തപ്പേരുണ്ടാകും. നീ പേടിക്കണ്ട, ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം. വേണ്ട, എനിക്ക് ആരുടെയും കൂട്ട് വേണ്ട. ആറ്റുകാട് ചത്തില്ലേ, അത് വന്നു. കവിത എഴുതുന്നത് സാറിന്റെ മുറിയിലുണ്ട്. നീ പോയി കിടന്ന് ഉറങ്ങിക്കോ. It's rather too hot here. Dolly! Dolly! Oh no. കള്ളിയങ്കാട്ട് നീലിയ. എടോ, ഞാനൊരു അന്ധവിശ്വാസിയല്ല. കള്ളിയങ്കാട്ട് നീലിയെ കസ്റ്റഡിയിൽ എടുക്കാൻ സാറല്ല, ഐഡി അങ്ങനത്തെ അല്ല. ഞാൻ വിചാരിച്ചാൽ പോലും സാധ്യമല്ല. പോസ്റ്റ്മോർട്ടത്തിൽ കൂർത്ത ആയുധം കൊണ്ട് കഴുത്തിന് കുത്തിയതായി തെളിഞ്ഞിട്ടുണ്ട്. കള്ളിയങ്കാട്ട് നീലിയുടെ പല്ല് കൂർത്തതാണ് അല്ലേടോ? ഞാൻ കണ്ടിട്ടില്ല. സാർ കണ്ടിട്ടുണ്ടോ? ഞാനും കണ്ടിട്ടില്ല.
ബെൽറ്റ് ധരിച്ചിരുന്നു അയാളുടെ ഭാര്യ മൊഴി തന്നിട്ടുണ്ട്. താൻ ആ ബെൽറ്റ് കണ്ടിട്ടുണ്ടോ? ഞാനോ? ഞാനിങ്ങനെ കാണും. താൻ കൃത്യം നടന്ന ദിവസം രാത്രി ആ ടി വിയിൽ പോയിരുന്നു. ഞാനോ? ഞാനെങ്ങനെ പോകും? ഞാൻ പോയിട്ടേ ഇല്ല. പിന്നെ ഇത് അയാളുടേതാ? എന്റേതാ. ടി വിയിൽ താമസിച്ചിരുന്ന മരിച്ചുപോയ ഹിപ്പിയുടെ റൂമിൽ നിന്നും കിട്ടിയതാണ്. എന്റെ ചെരുപ്പ് എങ്ങനെ ടി വിയിലെത്തി? താൻ അവിടെ പോയതുകൊണ്ട് എനിക്കിവിടെ പോകേണ്ട കാര്യമില്ലല്ലോ സാർ. ഇതൊരു അത്ഭുതമായിരിക്കുന്നല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം യാതൊരു അത്ഭുതവുമില്ല. സാർ, ഇനി ഞാനൊരു സത്യം പറയാം. താൻ ഒരു സത്യവും പറയണ്ട. സത്യം ഞങ്ങളോട് തുറന്നു പറയണം. ആ സാഹിത്യനെ തെറ്റി സാറിന് കഴിയുന്നു. എടാ മഹാഭാവി, തൊപ്പിയില്ലാത്തപ്പോ നിന്റെ തല ഇടിച്ചു വീഴുവടാ. കൊണ്ടിയായിരിക്കും.